അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്നത്തെ വിശേഷമല്ല കേട്ടോ, ഇത് ഏകദേശം ഒരു മാസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതെൻ്റെ ഗാലറിയിൽ കിടക്കുന്ന സമയത്ത് ഞാനിത് ഡിലീറ്റ് ചെയ്യണോ അതോ അപ്ലോഡ് ചെയ്യണോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. കാരണം ഇതിന് വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് ആ ഒരു മടി കാരണം തന്നെയാണ് കേട്ടോ. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് നമ്മളെ മക്കളെ കാര്യമാണ്. അവരുടെ ഓരോ കാര്യങ്ങളും നമുക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. ചിലപ്പോൾ നമ്മളെ ഫോണ് നാശമായി പോയാലും വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയാലൊക്കെ നമ്മളെ വീഡിയോ നമുക്കൊരു ചാനലുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴെങ്കിലും ഇരുന്ന് കാണാനൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ഇത് ഞാൻ ഒരു മാസം മുന്നേ എടുത്ത സമയത്ത് അന്നേ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഓരോരോ കാരണങ്ങൾ കാരണം പിന്നെ അത് ചെയ്യാൻ പറ്റാതായിട്ടോ. അപ്പം ഈ വീഡിയോയിലെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ചെറിയ മോളെ സൊയാലിനെ സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവൾ ഡ്രസ്സ് ചെയ്യുന്നതും സ്കൂളിലേക്ക് പോകുന്നതൊക്കെ. അപ്പം നമുക്കതൊരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മെമ്മറിയാണല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഏകദേശം ഒരു 6:30 ആകുമ്പം എഴുന്നേറ്റു കേട്ടോ. ഇവരെ മൂത്ത ആൾ, അതായത് അന്നും ഫീയും പോണ സെയിം സ്കൂളിൽ തന്നെയാണ് കേട്ടോ അവൾക്ക് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊരു പ്രശ്നം വെച്ചാൽ, എനിക്ക് ഇവളെ KG അങ്ങോട്ട് വിടുന്നതിനോട് വലിയൊരു താല്പര്യമില്ലായിരുന്നു കേട്ടോ. കാരണം ഏകദേശം 1 hour ട്രാവലിംഗ് ഉണ്ട് ഇവർക്ക്. അപ്പം പിന്നെ നേരത്തെ തന്നെ പോകും വേണം. അതായത് ഒരു 7:20 ആകുമ്പോൾ ഇവർ ബസ് വരും. അപ്പം ആ ഒരു സമയത്ത് ചെറിയ മക്കളല്ലേ, അപ്പോൾ അവർക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടും എഴുന്നേൽക്കാനൊക്കെ പ്രയാസമായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ KG അവിടെ വിടുന്നില്ല, നമ്മൾ അടുത്ത എവിടെയെങ്കിലുമൊക്കെ വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ഒറ്റ വാശി, ദീദിമാർ പോണ സ്കൂളിലേ അവളും പോകുള്ളൂ. പിന്നെ കാക്കൂനും തന്നെ നിർബന്ധം അവിടെ തന്നെ പോയാൽ മതിയെന്ന്. അപ്പം പിന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് ഡേ അവൾ പോകുകയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മൂത്ത 2 മക്കളും സ്കൂളിൽ പോയ സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം ഇവളും ഞാനും ഒരു 5 വർഷമൊക്കെ ആയിട്ട് നമ്മളൊപ്പം തന്നെയാണല്ലോ വീട്ടിൽ. ഇനിയിപ്പോൾ അന്നായാലും ഫീ ആയാലൊക്കെ സ്കൂളിൽ പോയി, കാക്കു ഖത്തറിലേക്ക് തിരിച്ചു പോയാലും ഞാനും അവളും തന്നെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുക. അവൾ എന്നെ വിട്ട് ഒറ്റയ്ക്ക് എവിടെയും പോകില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്, ഒരു കുഴപ്പമില്ലാതെ ഡ്രസ്സൊക്കെ ചെയ്ത്. ഇതിപ്പോൾ ജൂൺ 2-ാം തീയതി എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം അന്ന് ആ സമയത്ത് നമ്മൾ ഫിയക്കും അന്നൂനൊക്കെ സ്കൂൾ ഓപ്പണാണ്. അപ്പം അവരുടെ കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇതിപ്പോൾ കാക്കുവിൻ്റെ തറവാട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം ഇപ്പം നമ്മളാണ് ഇപ്രാവശ്യം അവർ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം സ്കൂളിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. നമ്മളിവിടുന്ന് ഒരു 1 hour യാത്ര ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മളെ വണ്ടി എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ എത്തും. സ്കൂൾ ബസ്സിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ മക്കളുണ്ടാവുമല്ലോ കയറാൻ. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലൊക്കെ അങ്ങനെ നിർത്തി പോകുമ്പം ഒരു 1 hour പിടിക്കൂട്ടോ അവർ സ്കൂളിലെത്താൻ. പിന്നെ ഇതിൽ വലിയൊരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ, 2 ദിവസത്തെ സ്കൂൾ ഓപ്പണിങ്ങിനാണ് കേട്ടോ നമ്മൾ ഈ പോണത്. കാരണം ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ പോയി ജൂൺ 2 പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെന്ന സമയത്ത് സ്കൂൾ ഓപ്പണാണ്, നമ്മൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് പോന്നു. പക്ഷേ അവർക്ക്, അതായത് KG കുട്ടികൾക്ക് അന്നായിരുന്നില്ല കേട്ടോ ഓപ്പണിങ്ങിൻ്റെ. അവർക്ക് 9-ഓ 10-ഓ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ കാക്കുവിൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ. അവന് എന്തോ ഒരു വാശി കാരണം നിലത്ത് കിടന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളെ കൂടെ പോരാനായിരിക്കാം. അപ്പോൾ സോയനെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചെന്നിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവരെയും കൂടി കൊണ്ടുപോയാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയില്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ എത്തിയ സമയത്ത് ചെറിയ മക്കളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളും പോയി ക്ലാസ്സിലൊക്കെ കയറി സ്കൂളൊക്കെ ഒന്ന് അവൾക്ക് കാണിച്ചൊക്കെ കൊടുത്തു. ഇതിന് മുന്നേ നമ്മൾ അന്നൂനെയും ഫീനെയൊക്കെ പിക്ക് ചെയ്യാൻ പോണ സമയത്തൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ അവൾ കണ്ടിട്ടുണ്ട്.
ടീച്ചേഴ്സിനെയൊക്കെ ആയിട്ട് കുറേ ആളുകളൊക്കെ ആയിട്ട് അവൾക്ക് പരിചയമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം എന്നാലും അവളുടെ ഒരു ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം അന്ന് അത്ര തന്നെ ഉണ്ടായിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 9 അതോ 10 എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ. അന്നാണ് അവർക്ക് ഫസ്റ്റ് ഡേ ക്ലാസ് തുടങ്ങണത് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 വീഡിയോ ഞാൻ ഒന്നാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മൾ അന്ന് എന്തായാലും വീഡിയോ എടുത്ത് ഫസ്റ്റ് ഡേ നമ്മൾ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഈ ഒരു 2ാമത്തെ ദിവസത്തെ വീഡിയോയും പാടെ കൂട്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് മൂത്ത 2 ആളും സ്കൂൾ ബസ്സിൽ പോയിട്ടുണ്ട്. അവർക്ക് ചെറിയ മക്കളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് മൂത്ത ആളുകളാണ് കേട്ടോ. അതായത് അന്നൊക്കെയാണ്, അവളിപ്പോൾ അവിടെ 9th-ലാണ് കേട്ടോ. അപ്പം 9th-ഉം 10th-ഉമാണ് ഇന്ന് KG കുട്ടികളെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കണം. അപ്പോൾ അവർ ബസ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ജോയിനിങ് കൊണ്ടുകൊണ്ട് ഞാനും കാക്കും നമ്മളെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു വർഷം സ്കൂളിലേക്ക് പോകുന്ന ഒരുപാട് ചെറിയ മക്കളുണ്ട് അല്ലേ. അവരൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഈ ഒരു വർഷം ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളെല്ലാം അവരുടെ വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യങ്ങളിലും നല്ലതാക്കി കൊടുക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ആർക്കും അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല കുട്ടികളായി വളരാനും നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും എല്ലാത്തിനും അള്ളാഹ് അവർക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. നിങ്ങളുടെ മക്കളിൽ ആരൊക്കെയാണ് ഇപ്രാവശ്യം സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് പറയൂ കേട്ടോ. കരച്ചിലുണ്ടോ, എങ്ങനെയാണ് ഹാപ്പി ആയിട്ടാണ് പോണത് എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന സമയത്ത് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കൊരു ഹാപ്പിയല്ലേ നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ ലൈക്കൊക്കെ കിട്ടുമ്പോൾ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകളും എഴുതി അറിയിക്കാൻ മറക്കരുത്. എന്ത് വേണമെങ്കിലും എഴുതി അറിയിക്കുക കേട്ടോ. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. അത് നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്പിരിറ്റിലൂടെ തന്നെ എടുക്കുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം തോന്നിയുള്ള കമൻറ്റിലൊക്കെ നല്ല കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ചില കമൻറ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. ചിലപ്പോൾ എനിക്കതിന് റിപ്ലൈ കൊടുക്കണ്ടെന്ന് തോന്നുന്ന ചില കമൻറ്റുകളുണ്ട്, അതൊക്കെ ചില സമയത്ത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. അപ്പോൾ സോയി സ്കൂളിലെത്തി അവളുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ അവളുടെ ക്ലാസ്സിൽ കയറി അവളുടെ മാമിൻ്റെ അടുത്തുനിന്ന് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ സ്കൂളിൽ ചെറിയ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ മക്കളെ വെൽക്കം ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ടേക്ക് കെയർ, ബൈ.